അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, റജബ് മാസം ഏകദേശം പകുതി കടന്നു. റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച 4 മാസങ്ങളിൽ ഒന്നാണ്. അഥവാ അഷ്ഹുറുൽ ഹുറുമിൽ ഒരു മാസമാണ് റജബ് മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഈ 3 തൊട്ടടുത്ത് വരുന്ന മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ റജബ് മാസം 4 പരിശുദ്ധമായ അല്ലെങ്കിൽ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്നാൽ റജബ് മാസത്തിന് പ്രത്യേകിച്ച് അമലുകളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേക നമസ്കാരങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോമ്പോ പ്രത്യേകിച്ച് സ്വതക്ക സക്കാത്തുകളോ ചെയ്യാൻ റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കില്ല. ചില ആളുകൾ റഗായിബ് നമസ്കാരം എന്ന നിലയിൽ റജബ് 27-ാം രാവ് പൂർണ്ണമായി ഉറക്കമണച്ചുകൊണ്ട് ഇബാദത്തിൽ കഴിഞ്ഞു കൂടാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സുന്നത്തിൽ അങ്ങനെ ഒരു സുന്നത്ത് നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് അത്തരം ബിദ്അത്തുകളിൽ നിന്ന് പരമാവധി നാം വിട്ടുനിൽക്കേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ചിലർ റജബ് മാസം ഉംറയ്ക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തതായിട്ടും ഉംറ നിർവഹിച്ചതായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉംറ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റജബ് മാസത്തിൽ ഉംറ നിർവഹിക്കൽ അനുവദനീയമാണ്. അതുപോലെ അപ്രകാരം തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾ റജബ് മാസത്തിൽ പുറപ്പെടുമായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിന് പുറമെ മറ്റൊരു ഇബാദത്തും റജബ് മാസത്തോട് ചേർത്ത് വെച്ചിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ ആ റജബ് മാസത്തെ സംബന്ധിച്ചും അഷ്ഹുറുൽ ഹുറുമിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ആ മാസങ്ങളിൽ, പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ആ മാസത്തിൽ നാം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് കുറ്റകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് തന്നെയാണ് ഈ പവിത്രമായ മാസത്തിൽ നാം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് റമദാനിന് മുന്നോടിയായിട്ട് ഈ മാസത്തിലും അടുത്ത മാസത്തിലുമൊക്കെ കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇബാദത്തുകൾ നാം കൃത്യമായി നിർവഹിക്കുവാനും സുന്നത്തായ ഇബാദത്തുകൾ നാം പ്രവർത്തിക്കുവാനും കുറ്റകരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കുക. റജബ് മാസത്തിൻ്റെയോ ശഅബാൻ മാസത്തിൻ്റെയോ പ്രത്യേക അമലുകളായിട്ട് നമുക്കൊന്നും ഹദീസിൽ കാണാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ അമലുകൾ കൃത്യമായി ചെയ്യുന്ന നല്ല അടിയാറുകളിൽ നമ്മയും കുടുംബത്തെ സന്താന പരമ്പരകളെയും ആക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.